നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. വാക്കിന് നേരും നെറിയുമില്ലാത്ത കള്ളപ്പരിശ. അനീഷിനെ തേച്ചിട്ടൊന്നുമില്ല. പുതിയ കഥയും കൊണ്ട് വന്നടേ തള്ള. നിങ്ങൾ സ്റ്റാർ മെച്ചി കണ്ടിട്ടായിരിക്കും എന്റെയും തങ്കച്ചന്റെയും കോംബോ. അതിനൊന്നും ഇല്ലേ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഞാനും തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ്. ഏത് വിധത്തിലാ പറഞ്ഞത്? ഇഷ്ടത്തിന് ഒരർത്ഥേ ഉള്ളൂ. ഒരു സഹോദരനെ പോലെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ. പിന്നെ നമ്മുടെ അനീഷേട്ടൻ തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനുമോൾ എന്ന്. ആണുങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. അനീഷേട്ടനാണ് എന്റെ അടുത്ത് ഇഷ്ടം എന്തെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ജാതിയാണ്. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ. അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷേട്ടനോട് പറഞ്ഞിട്ടില്ല. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ, എനിക്ക് സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞു. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞത്. പറഞ്ഞത് ഈ വിധത്തിലാ എടുത്തത്. ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരെയും വഞ്ചിക്കുന്ന ഈ നാടകം തീർന്നാൽ ആമി എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. എന്തായിരുന്നു എന്റെ വേഷത്തിന്റെ പേര്? കോമാളി. അതറിയാൻ വഴി ഒന്നേ ഉള്ളൂ, ഒരു ഡ്രാസ്റ്റിക് റീവൈൻഡ്. വെരി ഡ്രാസ്റ്റിക്. സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്തായിരുന്നെങ്കിൽ, സീരിയസ് ആയിട്ടാണെങ്കിലും ഞാൻ നോ പറയുമായിരുന്നു. പണി പിന്നെയും പാളി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. എനിക്ക് ഞാൻ പുള്ളിയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. നല്ലൊന്നും നല്ലൊരു കല്യാണം കഴിക്കാൻ പറ്റുമോ? ആണോ? ഭയങ്കര നല്ല എല്ലാരും കല്യാണം കഴിക്കാൻ പറ്റൂല. എന്നാലും ഒരു ഇല്ല ചേച്ചി, അങ്ങനെ ഒരിക്കലും കാണാൻ പറ്റില്ല. അല്ല, എന്താ നിങ്ങളുടെ ഭാവം? ഇനി എന്തൊക്കെ പറഞ്ഞാലും പുള്ളി എന്നെ വീട്ടിൽ വന്ന് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും എനിക്ക് പറ്റില്ല. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. എന്നോടിത് വേണ്ടായിരുന്നു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.